ചെറിയൊരു ഡേഞ്ചർ സെൻസ് ചെയ്യുന്നുണ്ട്. എനിക്ക് വെള്ളം കൂടുതൽ ഒരു പേടിയുണ്ട്. ഈ ഒരു പണി പാടില്ലേ, ചാവി മുങ്ങിയില്ലേ. വണ്ടി സ്റ്റാർട്ടാവോ? ഞങ്ങൾ ഡിഫറെന്റ് ആയിട്ടൊരു ട്രിപ്പ് പോവാണ്. നമസ്കാരം സുഹൃത്തുക്കളെ, ഞാനാണ് നിങ്ങളുടെ ടിൻസോബ്രോ. ഞാനാണ് നിങ്ങളുടെ അഖിത. എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾക്കെല്ലാം സുഖം എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ ആണ്. അപ്പം ഈ വാലന്റൈൻസ് ഡേ മെമ്മറബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ട്രിപ്പിനാണ് ഇപ്പോൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ആ ട്രിപ്പിന്റെ പേരാണ് വർക്കേഷൻ. വർക്കും വെക്കേഷനും കൂടെയുള്ള ഒരു ട്രിപ്പ്, പക്ഷേ നേരെ തിരിച്ചാണ് വർക്കും വെക്കേഷനും. ഞാൻ വിശദീകരിക്കാം. അതായത് അഖിതയ്ക്ക് IT ഫീൽഡാണ്, IT ഫീൽഡർക്ക് വർക്ക് ഫ്രം ഹോമാണ്. അപ്പോൾ നമുക്ക് ലീവ് എടുത്തുകൊണ്ട് ട്രിപ്പ് പോകാനുള്ള ഒരു ഓപ്ഷൻ നമുക്കില്ല. സംഭവം എന്താണെന്ന് വെച്ചാൽ അഖിത രാവിലെ മുതൽ വൈകുന്നേരം വരെ വർക്ക് ചെയ്യും, ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ വീഡിയോ എഡിറ്റ് ചെയ്യും, വൈകുന്നേരവും അതിരാവിലെയും ഞങ്ങൾ തിരുവനന്തപുരം എക്സ്പ്ലോർ ചെയ്യും. അതാണ് ഞങ്ങളുടെ വർക്കേഷനും കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഞങ്ങളുടെ ഫ്രണ്ട് ഞങ്ങൾക്ക് 1 വീക്ക് അക്കോമഡേഷൻ സെറ്റാക്കി തന്നിട്ടുണ്ട്. ഫ്രണ്ടിൻ്റെ ഒരു വീട്ടിൽ തന്നെയാണ്. ഈ ട്രിപ്പിൽ വേറൊരു ചലഞ്ചും കൂടെ ഉണ്ട്, ഡെയിലി വീഡിയോ ഇടുന്ന ഒരു ചലഞ്ചും കൂടെ ഉണ്ട്. അപ്പോൾ ഡെയിലി വീഡിയോ നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും എല്ലാ ദിവസവും വൈകുന്നേരം. ഓക്കെ, അപ്പോൾ ശരി, റോഡിൽ കാണാം. പിന്നെ വർക്കേഷന് നിങ്ങൾക്കറിയാലോ, ലാപ്ടോപ്പ്, മോണിറ്റർ കാര്യങ്ങളെല്ലാം കൊണ്ടുപോകേണ്ടി വരും. അപ്പോൾ ബൈക്കിനല്ല ഇന്നത്തെ ട്രിപ്പ്. എന്താണെങ്കിലും നമ്മൾ കാറ് തന്നെ സെലക്ട് ചെയ്തു. കാറ് തന്നെയായിരിക്കും നല്ലൊരു മീഡിയം എന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്ത എക്സ്പെരിമെൻറ്റേഷൻ ട്രിപ്പാണ്. കാണാം നമുക്ക് എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ നമ്മളിപ്പം എറണാകുളത്ത് നിന്ന് നേരെ മൂവാറ്റുപുഴയ്ക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മൂവാറ്റുപുഴയ്ക്കും എറണാകുളത്തിനിടയ്ക്ക് ഒരു സ്റ്റോപ്പ് ഉണ്ട്, കോലഞ്ചേരി. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ വീടാണ് കോലഞ്ചേരി ഉള്ളത്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ അനിയൻ നാളെ ലണ്ടന് പോവുകയാണ്. അപ്പം അവനെയൊക്കെ ഒന്ന് കണ്ട്, അച്ഛനും അമ്മേനെയൊക്കെ ഒന്ന് കണ്ട്, ഒരു ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ അവർക്ക് ജസ്റ്റ് ഒരു കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ നേരെ മൂവാറ്റുപുഴയ്ക്ക് പോകും. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്നാണ്. ഇതാണ് അവരുടെ ഫാമിലി, അമ്മ, അച്ഛൻ, അനിയൻ. ഇതെല്ലാം നമ്മുടെ അനിയന്മാരാണ്. ഇതാ കുഞ്ഞിതുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഹായ്. അറിയൂടി, നിങ്ങൾ നമ്മുടെ അനിയൻ, നമ്മുടെ ജിഷ്ണു നാളെ ലണ്ടനിലേക്ക് വിടുവാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവിധ ആശംസകളുമാണ്. അപ്പോൾ ശരി, കാണാം, റോട്ടിൽ കാണാം. ആ ഒരു സംഭവം ഉണ്ട് ഇവിടെ. ഇവനാണ് 1986 RX സെൻറ്ററാണ്, നമ്മുടെ ചങ്ങായിൻ്റെ ആണ്. ഈ മുത്തിനെ ഉടനെ തന്നെ നമ്മുടെ വയനാട്ടിലേക്ക് എത്തിക്കാനൊരു പ്ലാനുണ്ട്. അടിപൊളി. ഓണാണോടാ? പബ്ലിക് റോഡിൽ ഇറങ്ങണമെന്നാണല്ലോ, ഇറങ്ങുമ്പോൾ ഹെൽമെറ്റ് വേണമെന്നാണല്ലോ, അങ്ങനെയല്ലേ? അപ്പോൾ ശരി, അപ്പോൾ നമ്മളിവിടെ എല്ലാവരോടും ബൈ പറയാണ്. അപ്പം ബൈ ബൈ, ടാറ്റാ ടാറ്റാ, എല്ലാവർക്കും ടാറ്റാ, എല്ലാവർക്കും ടാറ്റാ. അതെ, പവർ വരട്ടെ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ കോലഞ്ചേരി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി, എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി, ഫ്രണ്ടിൻ്റെ. എന്നിട്ട് നമ്മളിപ്പം മൂവാറ്റുപുഴ ജസ്റ്റ് പാസ് ചെയ്തു. മൂവാറ്റുപുഴയിൽ നിന്ന് നമ്മൾ പോകുന്നത് കോട്ടയത്തിനാണ്. 55 കിലോമീറ്റർ സംതിങ് ഉണ്ട്. കോട്ടയത്ത് ചെന്നിട്ട് നമ്മൾ തിരുവല്ലയ്ക്ക് പോകും. തിരുവല്ല ചെന്നിട്ട് നേരെ തിരുവനന്തപുരം റൂട്ടിൽ, അതായത് വർക്കല ആ ഏരിയ റൂട്ടിനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെ പോകാനായിട്ട് 2 ബീച്ചസ് അവിടെ ഉണ്ട്. ഒന്ന് താന്നി ബീച്ച്, പിന്നെ ഒന്ന് കാപ്പിൽ ബീച്ച്. അപ്പോൾ അത് രണ്ടും കഴിഞ്ഞ് വർക്കല ടച്ച് ചെയ്ത് നേരെ പൂജപ്പുര, അവിടം വരെയാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന്. അപ്പോൾ അത്രയാണ് യാത്രകൾ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം, കാഴ്ചകളൊക്കെ കാണാം. ശരി, റോഡിൽ കാണാം. ഓക്കെ സുഹൃത്തുക്കളെ, ഫൈനലി വി മെയ്ഡ് ഇറ്റ് ടു താന്നി ബീച്ച്. നമ്മളിപ്പം കൊല്ലത്തുനിന്ന് തിരിഞ്ഞിട്ട് താന്നി ബീച്ചിൽ വന്നിരിക്കുകയാണ്.
ഇതാണ് താന്നി ബീച്ച്. നമ്മളിപ്പോൾ ഇവിടെ താന്നി ബീച്ചിൻ്റെ ഒരു സൈഡിലാണ് വന്നിരിക്കുന്നത്. കാരണം ഇതിൻ്റെ ഇത്തിരിയും കൂടി അങ്ങ് നീങ്ങിയിട്ടാണ് വ്യൂ പോയിന്റ്. അപ്പോൾ കൊറോണയൊക്കെ അല്ലേ, നമ്മൾ ഇത്തിരി സേഫായിട്ടൊക്കെ നീങ്ങിയിരുന്നതാണ്. ശരിക്കും ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ ഇരിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, അതിൻ്റെ തൊട്ടപ്പുറത്ത് കടലും ഇപ്പുറത്തെ കായലുമാണ്. അപ്പോൾ അതിൻ്റെ ഒരു വ്യൂ ഭയങ്കര അടിപൊളി വ്യൂ ആണ് ഇവിടെ ഇങ്ങനെ വന്നിരിക്കാനായിട്ട്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത നമ്മൾ നോക്കിയാണെന്ന് വെച്ചാൽ ഇവിടെ നല്ല വെള്ളത്തിൽ നല്ല നീല കളറാണ്, നല്ല അടിപൊളി. കൊച്ചു കളിക്കുന്നത്. ഓക്കെ ഗൈസ്, ഞായറാഴ്ച ആയതുകൊണ്ടാന്ന് തോന്നുന്നു ട്രാഫിക് ഉണ്ട്, കുറേ ആളുകൾ വന്നിട്ടുണ്ട്. ഇവിടെ ആൾക്കാർ പട്ടമൊക്കെ പറത്തുന്നുണ്ട്. അവിടെ ഇതിൽ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന ട്രാഫിക് ജാം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതൊരു ചെറിയൊരു റോഡാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡിലും കാറുകൾ കൊണ്ടുവന്ന് ഇങ്ങനെ നിരനിരയായിട്ട് പാർക്ക് ചെയ്തിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് വേറൊരു വണ്ടികൾക്കും സൈഡ് കൊടുത്ത് പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ അതാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. നമ്മൾ ഒരു സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ കുറച്ച് സോഷ്യലി റെസ്പോൺസിബിൾ ആകണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതായത് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുമ്പോൾ കുറച്ച് ഇറക്കി പാർക്ക് ചെയ്താൽ ബാക്കിയുള്ള വണ്ടികൾക്കൊക്കെ സുഖമായിട്ട് പോവാം റോട്ടിൽ കൂടെ. പിന്നെ രണ്ടാമതെന്ന് വെച്ചാൽ ഒരു വണ്ടി ഇങ്ങനെ കിടക്കുമ്പം ഒരു സൈഡിൽ പാർക്ക് ചെയ്യുമ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് കൊണ്ട് പാർക്ക് ചെയ്തിട്ടാൽ വണ്ടി പോകാൻ പറ്റാറില്ല. അന്നേരം സംഭവം എന്ന് വെച്ചാൽ ഒരു സൈഡിൽ തന്നെ പാർക്ക് ചെയ്യുവാണെങ്കിൽ ആ സൈഡിൽ തന്നെ പാർക്ക് ചെയ്ത് കുറച്ച് ഇറക്കി പാർക്ക് ചെയ്ത് അങ്ങനെ സ്ഥലം കണ്ടുപിടിക്കുവാണെങ്കിൽ നല്ലതായിരിക്കും എന്നൊരു അഭിപ്രായം ഉണ്ട് കേട്ടോ. എന്നാ ക്ലിയർ നോക്കി വെള്ളം, മീൻ അടിപൊളി. ഓക്കെ സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മൾ നമ്മുടെ താന്നി ബീച്ചിൻ്റെ തൊട്ടിപ്പുറത്ത് പൊഴിക്കര ബീച്ചിൻ്റെ തൊട്ടിപ്പുറത്ത് നിന്നിട്ട് ഒരു പാലമുണ്ട്, ഒരു ഒറ്റ വണ്ടിക്ക് പോകാൻ വരുന്ന പാലം. ആ പാലത്തിൻ്റെ അവിടെ വണ്ടി നിർത്തിയിട്ട് സൈഡിൽ കൂടി ഇങ്ങനെ ഇറങ്ങി വന്നാൽ ഇങ്ങനെ ഒരു സ്പോട്ടിലെത്തും. ഇതൊരു നൈസ് സ്പോട്ടാണ്. ഇതാ ഇവിടെ ഒരു തുരുത്തുണ്ട്, ഇതാ കാണുന്ന തുരുത്ത് കണ്ടോ? ആ തുരുത്തിലോട്ട് നമുക്ക് ഈ വെള്ളത്തിൽ കൂടെ നടന്നു പോവാം. മൺതിട്ടയുണ്ട്. അപ്പോൾ നമ്മൾ ആ തുരുത്തിലോട്ടാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. യെസ്, കക്കയാണ് കാലുമുറി എന്നാണ് പറഞ്ഞത്. മൊബൈലില്ലല്ലോ, വാ ചാടാ, മാസ്ക് മാറ്റാം. ഞാൻ കാര്യം കിട്ടെ, ഇതിൽ കൂടെ ഇങ്ങനെ കടന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ ഇറങ്ങാനാണോ അതോ? അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ഇറങ്ങാം, അല്ലെങ്കിൽ ഇങ്ങനെ ഇറങ്ങാം. ഇതിപ്പോൾ മുട്ടോളം വെള്ളം ഉണ്ടടി, എങ്ങനെ വന്നാലും അരയോളം വെള്ളം ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു. എന്നാൽ ഇറങ്ങാം. സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇതാ ഇവിടുത്തെ ഒരു തുരുത്താണ്. ആ തുരുത്തിൻ്റെ അവിടെ ഒരു ടെൻറ്റൊക്കെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ നിൽക്കുന്ന കുഞ്ഞതായിട്ട് കാണുന്ന ആൾക്കാർ നിൽക്കുന്നതൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു തുരുത്തിൻ്റെ അകത്തൂടെ നമുക്ക് പോവാം. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ മുട്ടപ്പം വെള്ളം എന്നാണ് പറയുന്നത്, ചങ്കൊപ്പം വെള്ളം അവിടെ ഉണ്ടെന്നാണ് അവർ പറയുന്നത്. നമുക്ക് നോക്കാം എന്താ സ്ഥിതിയെന്ന്. ചടവണോ? ഇത് നല്ല ഉറപ്പുള്ള മണ്ണാണ് ആണല്ലേ, പൂഴിയൊന്നല്ല. വെയിറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഉറപ്പുള്ള മണ്ണ്. ഇത് നല്ല മണ്ണാണ്. ഓക്കെ, പൂഴിയല്ല, നല്ല ഉറപ്പുള്ള മണ്ണാണ്. അടിപൊളി. ഓക്കെ, ഇപ്പോൾ ഓൾറെഡി മുട്ടപ്പം വെള്ളമായി. ഇത് നൈസായിരുത്തട്ടോ, കുറച്ച് നേരം മുന്നേ വന്നായിരുന്നെങ്കിൽ പൊളിയായിരുന്നു. നമ്മൾ ഈ കല്ലുമേ കൂടെ കയറി ഉള്ളിൽ പോകണോ അതോ ഇവിടുന്ന് ഇങ്ങനെ ലെഫ്റ്റ് അടിച്ച് പോകണോ? ഇവിടുന്ന് ഇങ്ങനെ ലെഫ്റ്റ് അടിച്ച് പോവാ. ആണല്ലേ, ഉറപ്പല്ലേ? അത് അന്ന കല്ലുമേലെ കൂടെ ഉൾപ്പോ, ഇവിടെ ആഴം കൂടുതലുള്ളൂ തോന്നുന്നുണ്ട്. ഞാനിങ്ങോട്ട് ഇറങ്ങട്ടെ? ഇറങ്ങിക്കോളൂ, കളിക്കോളൂ. ഓക്കെ സുഹൃത്തുക്കളെ, ഇത് അഖിത MD വൺ എക്സ്പ്ലോറേഷൻ ഇതാ പോണു. ഇത് ശങ്ക, ഇതിന്റെ അടിയിൽ മൊത്തം ശംഖ്. ഈ കറുത്തയില് കാണുന്ന മൊത്തം ശംഖ. ശംഖ് എന്ന് പറഞ്ഞ എടി ഇതാണ് ഈ കക്ക, ഇതാണ് കക്ക. ഇതല്ല കക്ക, മനുഷ്യ കക്ക. എടി ഞാൻ പറഞ്ഞത് ഇത് കാലെ കൊള്ളൂന്നല്ലേ അവര് പറഞ്ഞത്. ഇത് കക്കറച്ചിയുടെ കക്കയല്ല, കക്കറച്ചിയുടെ കക്ക ഇങ്ങനെ വിടർന്നിരിക്കും. ഓക്കെ സോറി ഗൈസ്, എനിക്ക് വയനാടൻ കാടുകളിൽ ഇനി ശങ്കാണോന്ന് വെച്ചാൽ എന്നാലും കളിയാക്കണ്ട. എനിക്കിത് കുഞ്ഞിശങ്കാണ്, കുഞ്ഞിശങ്ക്. ഇതാണ് കക്ക എന്നാണ് എൻ്റെ ഒരു ധാരണ. വയനാട്ടില് കാട്ടിക്കിടക്കുന്ന എനിക്ക് ഇത്ര വിവരമൊന്നും ഇല്ല കേട്ടോ. എന്റെ അമ്മയുടെ താഴെ പുഴയുണ്ട്, അവിടെ നിന്ന് ഞങ്ങൾ വരുന്ന കക്ക ഇതല്ല. ഓക്കെ ശരി, ഓക്കെ. അപ്പോൾ എല്ലാം സെറ്റ് കേട്ടോ. തൃശ്ശൂരിലെ കക്കയല്ല വയനാട്ടിലെ കക്ക, തൃശ്ശൂരിലെ ശങ്കല്ല വയനാട്ടിലെ ശങ്ക. ശങ്കല്ല ശങ്ക.
ഒമ്പോ ഇത് പൊള്ളിയാന്ന് കേട്ടോ ഗൈസ്, ഇത് പൊള്ളിയാന്ന് കേട്ടോ. ഇതാ നിങ്ങൾ വ്യൂ കണ്ടോളൂ, 360 വ്യൂ കണ്ടോളൂ. മിണ്ടാണ്ടിരിക്കും. ഇത് വിളിക്കും ഫോട്ടോ. നിൽക്കുന്ന ആ ഒരു ഡയറക്ഷനിലേക്ക് പോവാ. കൂടിയോ? ഞാൻ മുന്നേ നടക്കാം. ഓക്കെ ഗൈസ്, ഇപ്പോൾ ഇതാ നമ്മുടെ തൊടേൻ്റെ അത്രയും വെള്ളമായി. ഒരു വെള്ളം കൂടുവല്ലോ ചെയ്യോ ഇവിടെ? അവര് പറഞ്ഞില്ലേ നെഞ്ചാറ്റം ഒരു സ്ഥലത്ത് മാത്രം വെള്ളം എത്തുന്നത്. നെഞ്ചാറ്റം വെള്ളത്തെ വലിയ കാറിലൊക്കെ എങ്ങനെ ഇരിക്കുന്നേ? ഇവിടെ വെള്ളം കൂടുതലാണ് കേട്ടാ. ഇവിടെ വരെ വന്നാൽ അവിടെ വരെ പോണ എനിക്കൊരു സംശയം. ഓക്കെ, എന്താണ് പോകാൻ? ഓക്കെ ഗൈസ്, എനിക്ക് നെഞ്ചത്വം എനിക്കൊരു ചെറിയൊരു ശങ്ക, ഒരു ചെറിയൊരു ഇത് അഖിതേനെ കൂട്ടിക്കൊണ്ട് പോവാണ്. ഇനിയിപ്പം നിലം കാണത്തില്ല, നെഞ്ചറ്റം വെള്ളമായിരിക്കുന്നു. വെള്ളമായി നനഞ്ഞ ഗൈസ്, നനഞ്ഞ് ഇനി എങ്ങനെ കാറിൽ ഇരിക്കുമെന്ന് അറിയില്ല. ഇത് പൊങ്ങിപ്പോകുന്നില്ല, പക്ഷെ ഇവിടുന്ന് അങ്ങോട്ട് അതെ ചെറിയൊരു ഡേഞ്ചർ സെൻസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാന്ന് ആർക്കറിയാം. അവരവിടെ ഇവരെങ്ങനെയോ എങ്ങനെ പോകാനാ പറഞ്ഞത്. തണുത്ത് കഴിച്ച് തണുക്കുന്നുണ്ട്. എന്തേന്ന് ഇവിടുന്ന് ഒഴുക്കുണ്ട്. തിരിക്കാം, പയ്യെ തിരിച്ചാലോ? പയ്യെ തിരിക്ക് വേണോ? ഈ വഴിയിൽ എവിടെയെങ്കിലും ഉണ്ടാവും എന്തെങ്കിലും. എന്ത് ഇങ്ങോട്ടേക്ക് ഇത് കുറയുന്നുണ്ട്. ആണോ? ഇതുണ്ടോ കേറി വരുന്നില്ലേ? കുഴിയൊന്നും ഉണ്ടായിരുത്. ഇത് ഇവര് നിക്കുന്ന ആ ലെവല് കണ്ടോ? ആ ലെവലിലോട്ടായിരിക്കും. അതിവിടെ കയറ്റായി. ഞാൻ കേറുവാണ്, എന്റെ മേല് കേറുന്നില്ലേ? ഓക്കെ ഗൈസ്, മിഷൻ അക്കംപ്ലിഷ്ഡ് അല്ല, നമ്മൾ തിരിഞ്ഞു പോകാനിരുന്നായിരുന്നു. ഈ ഒരു പണി പാടില്ലേ, ചാവി മുങ്ങിലേ. വണ്ടി സ്റ്റാർട്ടാവോ? ഞാൻ പിടിച്ചോളാന്നും പറഞ്ഞ് എന്റെ വാങ്ങിച്ചതാണ് മുങ്ങാതിരിക്കാൻ. ഒരു ചെറിയ പണി വണ്ടി തുറക്കാം. പിന്നെന്താ, വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതിനല്ലേ എന്തോ ഇവിടെ തുറക്കണ കീ ഉണ്ട്, പക്ഷെ കീ വണ്ടിക്കകത്ത് ഇടുന്ന എവിടെയാണ്? വണ്ടിക്കകത്ത് ഇട്ടിട്ടില്ല അല്ലേ? അല്ല, നമ്മുടെ ബാഗുകളിലൊന്നുമില്ല. ഞാൻ മൂടുപോയി, ശരിക്കും സത്യം മൂടുപോയി. ഓക്കെ, ഇതാ അവിടെ ഒരു ആൾക്കാരൊക്കെ നിൽപ്പുണ്ട്. അവിടെ ടെൻറ്റുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇങ്ങനെ ടെൻ്റ് അടിക്കാൻ പറ്റുമെന്ന് അറിയില്ല, പ്രൈവറ്റ് ആയിരിക്കും മിക്കവാറും. അപ്പോൾ ശരി, നമ്മൾ പോവാണ്. നമ്മളിവിടുന്ന് തിരിച്ചു പോവാണ്. നമ്മുടെ ചാവി ലൈറ്റായിട്ട് വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ആ കാര്യം മറന്നുപോയി. സ്റ്റാർട്ട് ആവുമോ ഇല്ലെന്ന് അറിയില്ല. ഇത് കീലെസ് കാറായതുകൊണ്ട് നോട്ട് വെരി ഷുവർ സ്റ്റാർട്ട് ആവുമല്ലോ. അത് നമുക്ക് എന്താണെങ്കിലും ഭാഗ്യം പരീക്ഷിക്കാം. ഓക്കെ, വീണ്ടും അരയൊപ്പം വെള്ളത്തിൽ തിരിച്ചു പോവുകയാണ്. ചാവി ഞാൻ ഒരു കൈ പിടിച്ചു, അത് ആദ്യമേ അത് ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ കാണുന്നില്ല, ഇരുട്ടാണ്. സ്റ്റാർട്ടാവുന്ന ഉറപ്പല്ലേ? നമ്മുടെ വണ്ടി തുറന്നു, എന്താണേലും തുറന്നു കിട്ടി. ഇനി നമുക്ക് സ്റ്റാർട്ടാവോ നോക്കാം കേട്ടോ. നോക്കട്ടെ, സ്റ്റാർട്ടാവോ നോക്കുവാണ്. ഓക്കെ, പാടയപ്പ. ഓക്കെ ബ്രോ. ഓക്കെ സുഹൃത്തുക്കളെ, ഞങ്ങൾ തിരിച്ച് കാറിലേക്ക് വന്നു. ഞങ്ങൾ ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് മാറി. അഖിത ഇവിടെ ഞങ്ങൾ തുണിയാക്കി വിരിച്ചിട്ട് അതെ ഇവിടെ ഇരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ശരിക്കും പേടിച്ചു പോയി. വണ്ടീൻ്റെ ചാവി ഫുള്ള് വെള്ളത്തിൽ മുങ്ങി ഒരു 2-3 മിനിറ്റ് മുങ്ങി കാണും അല്ലേ. അപ്പോൾ എന്തായാലും തിരിച്ചു വന്ന് വണ്ടി സ്റ്റാർട്ടായി, കുഴപ്പമൊന്നുമില്ല, അടിപൊളി. ഇപ്പം ഞങ്ങൾ നേരെ ഇനി വർക്കലേക്ക് വിടാൻ പോവാണ്. അവിടെ ചെന്നിട്ട് ഡിന്നർ കഴിക്കണം. ഇന്ന് വാലന്റൈൻസ് ഡേ അല്ലേ, ചെറിയൊരു ഡിന്നർ ആക്കാന്നൊക്കെ വിചാരിച്ച്. ഡിന്നറിന് ശേഷം ഞങ്ങൾ നേരെ തിരുവനന്തപുരത്ത് പോകും. അവിടെ നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് ചാവി വാങ്ങി നമ്മൾ നേരെ നമുക്ക് അസൈൻ ചെയ്തിരിക്കുന്ന ആ ഫ്രണ്ടിൻ്റെ തന്നെ വേറൊരു വീട്ടിലേക്ക് പോവാണ്.
അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം വഴിക്ക് വെച്ച് എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ നമുക്ക് കാണാം. അപ്പോൾ ശരി, റോഡിൽ കാണാം. ബാക്കി മനഃപൂർവ്വം മറന്നൊരു കാര്യം കൂടി ഉണ്ട്. അതെന്താ കാര്യം? ഈ ആക്ച്വലി ഈ ചാവി ഉണ്ടല്ലോ ആദ്യം എന്റെ കയ്യിലായിരുന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞ് നീ അത് വെള്ളത്തിലിടും, അതുകൊണ്ട് ഞാൻ പിടിച്ചോളാം, എനിക്ക് തന്നേക്കാൻ പറഞ്ഞ് വാങ്ങിച്ചോണ്ട് പോയിട്ടാണ് അത് കൊണ്ടുപോയി വെള്ളത്തിലിട്ടത്. ഞാനോട് ഒന്നും കൂടി ഊന്നി പറയേ. മതി അബദ്ധം പറ്റി പോയി. എന്തായാലും അബദ്ധം പറ്റി. ഒന്ന് പേടിച്ചു, നന്നായിട്ട് പേടിച്ചു. എന്നാലും വണ്ടി സ്റ്റാർട്ടായി. ഇനി നമ്മൾ വിടുവാണ്. അപ്പോൾ നമ്മളൊന്നും ചെയ്തൊന്നുമില്ല. നേരെ ചാവി വണ്ടിക്കകത്തിട്ട് സ്റ്റാർട്ട് ചെയ്തു. വണ്ടി എന്നാലും സ്റ്റാർട്ടായി. അപ്പോൾ ബ്രസേൻ്റെ ചാവി വെൽ ഡൺ മാരുതി, താങ്ക് യു വെരി മച്ച്. ഇത് മറ്റേ ചാവി കീലസ് എൻട്രി ആയതുകൊണ്ടാണ് ഞങ്ങൾക്ക് പേടി. മറ്റേതാണെങ്കിൽ മറ്റേ ചാവി ഉണ്ടായിരുന്നു. വണ്ടി തുറക്കാം, പക്ഷേ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഈ സാധനം വേണം. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, അപ്പോൾ ശരി, റോഡിൽ കാണാം. അടുത്ത സ്ഥലത്ത് വെച്ച് കാണാം. ഗൈസ്, നമ്മൾ വന്നിരിക്കുന്നത് ഈ ഒരു റെസ്റ്റോറൻറ്റിലാണ്, അബ്ബ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് ഇവിടെ ഒരു ബീച്ചാണ്. ഇവിടെ ഫുള്ള് ബീച്ചാണ്. രാത്രി കാണത്തില്ല എന്നുള്ളൂ. വെറൈറ്റി മീനുകളൊക്കെ ഉണ്ട് ഇവിടെ. എന്താണെങ്കിലും ഒരു മീനിനെ മുഴുവൻ നമ്മൾ പിടിച്ച് തിന്നുന്നൊന്നുമില്ല. ഒരു സീ ഫുഡിൻ്റെ സിസ്ലർ ഓർഡർ ചെയ്തു, പിന്നെ ഒരു ബൊലോനീസ് ഓർഡർ ചെയ്തു, പാസ്ത. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തതൊരു പിന്നെന്താ ഓർഡർ ചെയ്തത്? മോമോസ്, ഫ്രൈഡ് മോമോസ് ഓർഡർ ചെയ്തിട്ടാ. അപ്പം നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ബാക്കി എല്ലാ സ്ഥലത്തും ഏകദേശം 40 മിനിറ്റാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ട് ഏകദേശം ഒരു 10 മിനിറ്റായി. നല്ല രസമുണ്ട് സംഭവങ്ങളൊക്കെ. ഇവിടെ വൈകുന്നേരം വന്നിരുന്ന് കഴിക്കാൻ അടിപൊളിയായിരിക്കും. ഓക്കെ സുഹൃത്തുക്കളെ, മോമോസ് വന്നിരിക്കുകയാണ്. ഇവിടെ സീ ഫുഡ് സിസ്ലറും കൂടെ വന്നു. അതിങ്ങോട്ട് എടുത്ത് വെച്ച് കാണിച്ചു കൊടുത്ത്, അല്ലെങ്കിൽ ഞാൻ കാണിക്കാം. ഓക്കെ, പാസ്തയാണ്. താങ്ക് യു. നമ്മൾ തിളയ്ക്കുന്ന സീ ഫുഡ് സിസ്ലറാണ്. എങ്ങനെയുണ്ട് അഖിത? പാസ്ത ബൊലോനീസ് നൈസാണോ? എനിക്ക് പക്ഷേ കൂടുതലും വൈറ്റ് സോസാണ് ഇഷ്ടം. വൈറ്റ് സോസാണ് ഇഷ്ടം. ഇത് ടൊമാറ്റോ സോസാണോ? ഇത് അവർ ചിക്കൻ സോസ് എന്നാണ് പറഞ്ഞത്, നോട്ട് ടൊമാറ്റോ സോസ്. ആ, ഓക്കെ. ഇതാ നമ്മുടെ സ്ക്വിഡ് ഉണ്ട്. കൂന്തൽ കൊള്ളാം. എന്താ നല്ല കേട്ടോ. സ്ക്വിഡിന് പക്ഷെ അങ്ങനെ പ്രത്യേകിച്ച് വികാരമില്ലാത്തൊരു ഐറ്റം അല്ലേ സ്ക്വിഡ്? വികാരമില്ലാതായിട്ടാണ്. ഓക്കെ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ആക്ച്വലി വീടിൻ്റെ വഴി കുറച്ച് അങ്ങോട്ടാണ്. ഞങ്ങൾ ബ്രസ്റ്റ് ഒന്ന് കയറ്റാൻ വേണ്ടി ട്രൈ ചെയ്തു, പക്ഷേ നടന്നില്ല. ഇപ്പോൾ സമയം ഏകദേശം 12 മണി ആകുന്നു. ഇന്ന് മൊത്തം ഞങ്ങൾ ഏകദേശം 305 കിലോമീറ്റർ ഞങ്ങൾ യാത്ര ചെയ്തു. അപ്പോൾ ഇവിടെ രാത്രി ഞങ്ങൾ അധികം ഒച്ചപ്പാടൊന്നും ഉണ്ടാക്കാതിരിക്കുകയാണ്. അപ്പോൾ റോട്ടിൽ കാണാം നിങ്ങളുടെ സ്വന്തം ടിൻസോബ്രോ. ഓക്കെ, അങ്ങനെ ഞങ്ങളുടെ വർക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇനി ഞങ്ങൾക്ക് ഈ സാധനങ്ങളെല്ലാം എടുത്താണ്ട് കുറച്ച് ദൂരം പോകണം. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇരിക്കുന്നു, എന്താ ചെയ്യാൻ പറ്റുന്നത്? അതെ, പണ്ടത്തെ ഗോവയിലെ ബീച്ച് ട്രക്കിംഗ് എപ്പിസോഡ് പോലെയാണ് ഏകദേശം. പക്ഷെ അതിലും കൂടുതൽ സാധനങ്ങളുണ്ടെന്നുള്ളൂ. മോണിറ്ററും ലാപ്ടോപ്പും എല്ലാ ഗുണങ്ങളും. അതെ, രാവിലെ വളരെ പണിയായിരിക്കും. ഓക്കെ, അതെ. അപ്പോൾ എന്തായാലും ശരി, റോഡിൽ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക. അപ്പോൾ ശരി, റോഡിൽ കാണാം. ബൈ. സലാം. 3, 2, 1. അതായത് അഖിത